ഈ ചക്ക കേട്ടോ, ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ചക്കവറ്റൽ നിങ്ങൾക്ക് ഉണ്ടാക്കണ്ടേ? അതിലൊരു കുഞ്ഞ് ടിപ്സുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നല്ല പാകമായ ചക്ക, നല്ല വിളഞ്ഞ ചക്ക തന്നെയാണ് ഞാൻ വറ്റലുണ്ടാക്കുന്നത്. എല്ലാവരും പറയും അത്ര പാകമായ ചക്ക ഉണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറ്റൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. ഇതാ നോക്കിക്കോ, നല്ല ഏകദേശം പഴുക്കാറായ നല്ല മഞ്ഞ നിറമുള്ള ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറ്റൽ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് പറയാം. അതിനൊരു ചെറിയ ടിപ്സാണുള്ളത്, അതാണ് നമുക്ക് ഈ ചക്ക വറ്റലിനെ ഇത്രയും ക്രിസ്പി ആക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ചക്ക, ഇങ്ങനെ ചെറുതായിട്ട് അരിയണമെന്നില്ല, വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും വലുതായിട്ട് അരിഞ്ഞതും രണ്ട് രീതിയിലും ഇതുണ്ടാക്കി കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്, കാരണം കുറച്ച് നാൾ അധികം സൂക്ഷിക്കണമെങ്കിൽ സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത്. ഈ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ എണ്ണയിലോട്ട് ചക്ക ഇട്ട് കൊടുക്കാം. ഇവിടെയാണ് ചക്ക വറ്റൽ ക്രിസ്പി ആകാനുള്ള ടിപ്സ് ഇരിക്കുന്നത്. എണ്ണയിലോട്ട് ചക്ക വറ്റലിടുമ്പോൾ, ചക്ക ഇടുമ്പോൾ, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് എണ്ണ നികത്തി വേണം ഇടാൻ. മറ്റുള്ള വറ്റൽ പോലെ കുറച്ചിട്ടാൽ പോരാ, എണ്ണ നികത്തി, അതായത് എണ്ണയുടെ മുകളിൽ ഇങ്ങനെ ചക്ക നിൽക്കുന്ന വിധത്തിൽ ഇട്ടതിന് ശേഷം ഇതിങ്ങനെ അമർത്തി നമുക്ക് എണ്ണയിലോട്ട് മുക്കുകയാണ് ചെയ്യുന്നത്. അതായത് വെറുതെ ഇട്ടാൽ മുങ്ങൂല. പിന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് മുഴുവൻ ചക്കയും അതിലോട്ട് പ്രസ് ചെയ്ത് മുക്കി വെച്ച് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള വറ്റൽ കിട്ടുള്ളൂ. ഇതിങ്ങനെ ഇവിടെ കിടന്ന് ആദ്യം വെന്ത് പിന്നെ കുറേശ്ശെ മൂത്ത് വരും. അപ്പോൾ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള വറ്റൽ കിട്ടും. ചിലർ പറയും ഒരിക്കൽ ഉണ്ടാക്കിയതിന് ശേഷം തണുത്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി എണ്ണയിലിട്ട് മൂപ്പിക്കണമെന്നും. അതൊന്നും വേണ്ട. ഇങ്ങനെ എണ്ണ നിറച്ച് നിങ്ങൾ വറ്റലിട്ട് കൊടുക്കണം. വറ്റലെന്ന് വെച്ചാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കണ്ട നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അത് എണ്ണ കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ചക്ക നികത്തി ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ കിടന്ന് ആദ്യം ഒന്ന് വേവും, വെന്തിട്ടായിരിക്കും പിന്നെ ചക്ക എണ്ണയിൽ കിടന്ന് മൂത്ത് തുടങ്ങുന്നത്. ശരിക്കും ഈ ചക്ക വറ്റൽ പാകമായിട്ട് വരാനായിട്ട് ഒരു 30 മിനിറ്റ് വരെ എടുക്കും. 30 മിനിറ്റ് വരെ ഇത് എണ്ണയിൽ ഇങ്ങനെ കിടന്നാൽ മാത്രമേ ചക്ക വറ്റൽ പാകമായിട്ട് വരുള്ളൂ. അതായത് നമ്മളിങ്ങനെ തൊടുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. ഇതാ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇതൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഇതൊന്നും ആയിട്ടില്ല, ഏകദേശം അത് മൂത്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. ഒരു കളർ ചേഞ്ചൊക്കെ ഉണ്ട്. ഞാനിതിന് മഞ്ഞപ്പൊടിയോ ഒന്നും ഇടുന്നില്ല. ചക്കയുടെ ആ യഥാർത്ഥ കളർ, ആ കളർ തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത്. കാരണം നല്ല മൂത്ത് ഏകദേശം പഴുക്കാൻ തുടങ്ങാറായ ചക്കയാണ്. ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വറ്റലായിരിക്കും നമുക്ക് കിട്ടുന്നത്. മൂക്കുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വറ്റൽ മൂത്ത് തുടങ്ങുമ്പോഴാണ് ആ എണ്ണയിലിറക്കി ഗ്യാപ്പ് വരുന്നത്. നല്ല മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ നമുക്ക് ഗ്യാപ്പിൽ കാണാം. ഇപ്പോൾ നോക്കൂ, നല്ല സൗണ്ട് കേൾക്കണുണ്ടോ? ഇപ്പോഴാണ് ആ വറ്റൽ ശരിക്കും പാകമായത്. നമുക്കിങ്ങനെ പിന്നെ എണ്ണയിലിട്ട് ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മാത്രമേ നമുക്കിതിനെ കോരി മാറ്റാവൂ. മാറ്റുന്നത് ഒരു ടവലിലാണെങ്കിൽ ബാക്കി എന്തെങ്കിലും എണ്ണ അതിലുണ്ടെങ്കിൽ അതും കൂടി അങ്ങ് മാറി കിട്ടും. അല്ലാതെ തന്നെ എണ്ണ മൊത്തം നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ എണ്ണ മൊത്തം മാറിയിട്ടായിരിക്കും കിട്ടുന്നത്. എന്നാലും ഈ കോരുന്നതിലൊക്കെ തുള്ളിയുള്ളത് കൊണ്ട് ഇതുപോലെ ഒരു ടവലിട്ട് കൊടുത്താൽ ബാക്കി എണ്ണയും കൂടെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ അല്പം പോലും എണ്ണ ഇല്ലാത്ത ഒരു വറ്റലാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നല്ല അതിൻ്റെ സ്വാഭാവിക നിറം അതുപോലെ ഉണ്ട്. നല്ല മഞ്ഞ കളറിലുള്ള, നല്ല മഞ്ഞ കളർ ചക്കയാണെങ്കിൽ മഞ്ഞ കളറിലുള്ള സൗണ്ട് നോക്ക്. കണ്ടോ, തണുത്ത രണ്ടെണ്ണം എടുത്തതാണ്, കാരണം ചൂടോടെ ഇരിക്കുന്നത് കൊണ്ടാണ് തണുത്ത രണ്ടെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിക്കുന്നത്. ഇത് രണ്ടാമത് ഞാൻ പറഞ്ഞത് കട്ടി കൂട്ടി എരിഞ്ഞത് ഇതുപോലെ ചെയ്തു. അതും കണ്ട നന്നായിട്ട് മൂത്ത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം കട്ടി കൂട്ടി അരിഞ്ഞാലും കട്ടി കുറച്ചരിഞ്ഞാലും നിങ്ങൾ എണ്ണ നിറച്ചിടണം. എണ്ണയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കത്തക്ക വിധത്തിലിട്ടിട്ട് നമ്മളിങ്ങനെ അമർത്തി വെച്ച് കൊടുത്ത് വേണം വറ്റലുണ്ടാക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ മുറുമുറാന്നുള്ള അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള ചക്കവറ്റൽ കിട്ടുള്ളൂ. അപ്പോൾ നോക്കിയൊക്കെ എല്ലാം നന്നായിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ചക്കവറ്റൽ. ഇത് വലുതായിട്ട് അരിഞ്ഞതാണ്. ചൂടായതുകൊണ്ടാണ് എനിക്ക് തൊടാൻ പറ്റാത്തത്. നല്ല ചൂട് ഉണ്ട്. ഇതും ഇതുപോലെ പൊട്ടിക്കുമ്പോൾ ശബ്ദം കേൾക്കും. ഇതാണല്ലോ, ഇതാണ് വലുതായിട്ട് അരിഞ്ഞ ചക്കവറ്റൽ. ഇത് നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. സൺഫ്ലവർ ഓയിൽ ആയതുകൊണ്ട് പിന്നെ സൂക്ഷിച്ച് വെച്ചാലും അതൊരു സ്മെൽ, വെളിച്ചെണ്ണയെങ്കിൽ ഒരു ചെറിയ കാറൽ നാറ്റമൊക്കെ വരും. ഇതൊന്നും വരില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.